കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ദൃശ്യം മോഡൽ കൊലപാതകം. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മി എന്ന സ്ത്രീയാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. കട്ടിംഗ് പ്ലെയർ കൊണ്ടാണ് പ്രതി യുവതിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. യുവതിയുമായി ഏറെ നാളായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രനാണ് കൃത്യം നടപ്പാക്കിയത്. ദൃശ്യം സിനിമയിൽ കണ്ട പോലെ നിർമ്മാണത്തിലുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ തറയിലാണ് മൃതദേഹം കുഴിച്ചിട്ടത്. വിജയലക്ഷ്മിയെ പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടുകയായിരുന്നു. കൊലപാതകം നടന്നത് ഈ മാസം 7-നാണ്. വീടിന് സമീപത്താണ് കുഴിച്ചുമൂടിയത്. ദൃശ്യം സിനിമ മോഡലാണ് കൊലപാതകമെന്ന് പോലീസ് അറിയിക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ മാസം 6 മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രതി ജയചന്ദ്രൻ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം നടത്തിയതായാണ് പോലീസ് പറയുന്നത്. ദൃശ്യം സിനിമയിലെന്ന പോലെ കൊച്ചിയിലെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്കുള്ള KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ അതിനിടെ ജയലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന്, അതായത് ജയചന്ദ്രൻ ഈ രീതിയിൽ ഫോൺ ബസ്സിൽ ഉപേക്ഷിക്കുന്നത് ഒരു വ്യക്തി കാണുന്നു. ഇത് കണ്ടക്ടറിനെ അറിയിക്കുന്നു. കണ്ടക്ടർ എറണാകുളം സെൻട്രൽ പോലീസിന് ഈ മൊബൈൽ ഫോൺ കൈമാറുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഫോൺ കരുനാഗപ്പള്ളി സ്വദേശി ജയലക്ഷ്മിയുടേതാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഈ വിവരം കരുനാഗപ്പള്ളി പോലീസിനെ അറിയിക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയുടെ സുഹൃത്ത് കൂടിയായ കരൂർ സ്വദേശി ജയചന്ദ്രൻ ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് അതിക്രൂരമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത്തരത്തിൽ ഫോണുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. ജയചന്ദ്രനും യുവതിയും തമ്മിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. യുവതിക്കിടയ്ക്കിടെ വരുന്ന ഫോൺ കോളിൽ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന സൂചനകൾ. യുവതിയെ കൊലപ്പെടുത്തിയതായി പ്രതി തന്നെയാണ് പോലീസിൽ മൊഴി നൽകിയത്. കരൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് താഴെയാണ് യുവതിയെ കുഴിച്ചിട്ടതെന്നാണ് പോലീസിന് നൽകിയ മൊഴി. നിലവിൽ കൃത്യം നടന്ന സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പുകൾ നടത്തുകയാണ്. ഈ സംഭവ സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രദേശവാസികളും നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ തടിച്ചുകൂടിയൊരു അവസ്ഥയാണ്. വിജയലക്ഷ്മി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാനെത്തുകയും അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്തിലെ ജയചന്ദ്രന്റെ വീട്ടിൽ പോവുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായെന്നും തുടർന്ന് ജയചന്ദ്രൻ ഇവരെ കൊന്നു കുഴിച്ചുമൂടുകയും ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.